സോ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അല്ലേ? ഭക്ഷണം എല്ലാവർക്കും ഒരുവിധം എനിക്ക് തോന്നുന്നു ദൈവം എൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് വേണം വരം വേണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിച്ചാലും അസുഖങ്ങളും വണ്ണമൊന്നും വയ്ക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണേ ദൈവമേ എന്ന് ഞാൻ പറയും. അത്രയും ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ കഴിക്കാൻ പറ്റുന്നില്ല. പല പല അസുഖങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുരു അങ്ങനെ ഇങ്ങനെയൊക്കെ അവരായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ശ്വേതാജിക്കും അങ്ങനെ കുറേ ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ കഴിക്കാൻ പാടില്ലാത്തതുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? പിന്നെ ഒരു പരിധി വരെ നമ്മൾ എത്രയൊക്കെ ഡയറ്റ് കൺട്രോൾ ചെയ്താലും ചില സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ പരിപ്പോടെ അല്ലെങ്കിൽ പഴംപൊരിയുടെ ഒക്കെ മണം ഇങ്ങനെ വരുമ്പോൾ അറിയാതെ കഴിച്ചു പോകും. അതുപോലെ നല്ല മധുരം ലഡ്ഡു, ജിലേബി, മൈസൂർ പാക്ക് ഇതൊക്കെ കഴിച്ചു. ഞാൻ വെറുതെ പറയല്ല, ഇന്നലെ 4 ലഡ്ഡു, 4 കോക്കനട്ട് ലഡ്ഡു, 2 മൈസൂർ പാക്ക്. വെറുതെ പറയല്ല, ഞാൻ സത്യമായിട്ട് കഴിച്ചു. നിങ്ങൾ എൻ്റെ ടീമിനോട് ചോദിച്ചോളൂ. ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കഴിക്കും. പിന്നെ ഒരു കരച്ചിൽ. അയ്യോ എനിക്ക് സങ്കടം വരും, ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ജീവിതം പോയി അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷെ കഴിക്കുമ്പോ ഞാൻ മറന്നു പോകും. അത് എല്ലാവർക്കും അങ്ങനെയാണല്ലേ? ഇൻ ഓൾ ഐ മീൻസ് ഞാൻ ഭയങ്കര ഫൂഡിയാണ്. പരമാവധി ഐ ട്രൈ ടു ബി നോർമൽ. പക്ഷെ അവർ പറയുന്നത് ഇത് നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ പിന്നെ നമുക്ക് ഡയറ്റിങ് എന്തെങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ല. അപ്പൊ ഇപ്പോഴന്നെ നമ്മൾ ഒന്ന് കറക്ഷൻ തുടങ്ങുക. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും എല്ലാ ആഹാരം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ചില സാഹചര്യം കൊണ്ട് നമ്മൾ ചിലത് മാറ്റി വയ്ക്കുന്നു, അങ്ങനെ എങ്ങനെയൊക്കെയാണ്. എന്നാലും ഇന്ന് ഈ ഒരു എപ്പിസോഡ്സ്, നമ്മുടെ ഈ സൂപ്പർ അമ്മയും മകളുടെയും എപ്പിസോഡ്സ് കാണുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള, അതായത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യാത്ത ഹെൽത്തി ആയിട്ടുള്ള കുറേ നല്ല റെസിപ്പീസാണ് നമ്മുടെ അമ്മമാർ നിങ്ങൾ പ്രേക്ഷകർക്കും ഞങ്ങൾക്കും ഒക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നും കിടിലൻ ഒരു റെസിപ്പി ആയിട്ട് നമ്മുടെ കണ്ടസ്റ്റന്റ് കാത്തിരിക്കുകയാണ്. സോ ശ്വേതാജി, വെൽക്കം ടു സൂപ്പർ അമ്മയും മകളും. ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം സന്ധ്യ ആൻഡ് വൈഗ. അപ്പങ്ങളെമ്പാടും മുറ്റയ്ക്കു ചുട്ടമായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അങ്ങനെ രണ്ടുപേരും മരുമോനിക്കായിട്ട് റെഡി ആയിട്ട് ഒരു പ്രത്യേക ആഹാരം ചുടാനായിട്ട് വന്നിരിക്കുകയാണോ? സിമ്പിൾ സ്നാക്കാണ് ചെയ്യുന്നത്. സിമ്പിൾ സ്നാക്കാണ്. എന്താണ് ആ സിമ്പിൾ സ്നാക്ക്? പറയൂ. ക്യാബേജ് പക്കോട. ക്യാബേജ് പക്കോട എനിക്ക് ഫേവറേറ്റ്. ക്യാബേജ് ആണ് എൻ്റെ വെജിറ്റബിൾ. ക്യാബേജ് തോരൻ ഉണ്ടെങ്കിൽ ഞാൻ എത്ര ചോറ് വേണമെങ്കിലും ഉണ്ടും. പക്ഷെ ക്യാബേജ് വെച്ചിട്ടുള്ള പക്കോട ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് സിമ്പിൾ റെസിപ്പിയാണ്. സിമ്പിൾ റെസിപ്പി, ഹെൽത്തിയാണ്. അപ്പം നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണോ അത് ഇന്ന് ഇതിന് വേണ്ടി ഷോയ്ക്ക് വേണ്ടി? ഒന്നും സ്പെഷ്യൽ ഒന്നുമല്ല. വീട്ടിലത്തെ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു 15 മിനിറ്റ്സ് മാക്സിമം അത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ പൊതുവെ കുക്കിംഗ് ഒക്കെ പെട്ടെന്ന് ചെയ്യുന്ന ആളാണോ? അതേ സമയം എടുക്കുന്ന ആളാണോ? സ്പീഡ് ചെയ്യും. സംസാരം പോലെ തന്നെയാണ് ഭക്ഷണം പ്രിപ്പറേഷൻ ചെയ്യും. ഓക്കെ, അപ്പൊ വളരെ സ്പീഡായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ റെഡിയാണ്. അപ്പം സെറ്റ് അല്ലേ? വേറെ ടെൻഷനൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം തുടങ്ങാം അല്ലേ? യെസ്, റെഡി. നമസ്കാരം. ഞങ്ങൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ക്യാബേജ് പക്കോടയാണ്. ക്യാബേജ് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ ഫുഡാണ്. കാരണം ക്യാബേജിൽ വിറ്റമിൻ കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഫൈബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബാഡ് LDL കൊളസ്ട്രോളൊക്കെ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു ഫുഡാണ് ക്യാബേജ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങൾക്കിത് വേണ്ടുന്നത് ഉള്ളിയാണ്. ഇതിപ്പം ഞാൻ ഇവിടെ എടുത്തത് 4 ചെറിയ ഉള്ളി. അപ്പം അത് വീട്ടിലത്തെ ഒരു ഫാമിലിയിലെ മെമ്പേഴ്സിനെ കണക്കാക്കിയിട്ട് എടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ എടുത്തത് 4 ചെറിയ ഉള്ളിയാണ്. ഇത് ക്യാബേജ്, ഒരു 1/2 മുറി ക്യാബേജാണ് എടുത്തത്. അപ്പം ഈ ഉള്ളിയും ക്യാബേജാണ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ്. പച്ചമുളക് 2 പച്ചമുളക് മതിയാവും. പിന്നെ കാശ്മീരി ചില്ലിയാണ്, കുറച്ചും കൂടി കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയാണ് നല്ലത്. ജീരകം വേണം, ഒരു കുറച്ച് മതി.
പിന്നെ ഗരം മസാല. ഗരം മസാല വീട്ടിൽ നിന്ന് നമ്മൾ ചിക്കൻ ബിരിയാണിക്ക് പറ്റുന്ന മസാലയല്ല. ഇതിൽ ഒരു പട്ട, ഏലക്കായി, ഗരാമ്പു, ഈ 3 ഐറ്റം മാത്രം മതി. നമ്മൾ ചിക്കൻ ബിരിയാണിക്ക് എടുക്കുന്ന പോലത്തെ ഗരം മസാലയല്ല. പിന്നെ കായം പൗഡർ, അതൊരു ഒരു ഒരു ചെറിയൊരു ടീസ്പൂൺ മതി. മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ്. പിന്നെ വേണ്ടുന്നത് കടലമാവ്, അത് ഒരു 4 ടീസ്പൂൺ എടുക്കുവാണെങ്കിൽ, കടലമാവ് 4 ടീസ്പൂൺ എടുക്കുവാണെങ്കിൽ അരിപ്പൊടി 2 ടീസ്പൂൺ. ഇത്രയാണ് വേണ്ടുന്നത്. ഉപ്പും, ആവശ്യത്തിന് ഉപ്പും. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, അത് ഒരു കുറച്ച് 2-3 ഇതൾ മതി. അങ്ങനെ തന്നെ ഇഞ്ചിയും. ഇത്രയും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ അരിഞ്ഞ് വെച്ച ഉള്ളി ഇടുന്നുണ്ട്. പിന്നെ ഈ അരിഞ്ഞ് വെച്ച ക്യാബേജ്, 4 ചെറിയ ഉള്ളിയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 കഷ്ണം ക്യാബേജ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. കാരണം ഈ ഉള്ളിയും ക്യാബേജും ജസ്റ്റ് ഒന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടി ഒന്നിത് മിക്സ് ചെയ്യണം. ഒന്നും ഇടണ്ട, ആദ്യം ജസ്റ്റ് ഒന്ന്. ഇനി ഇതിൽ കാശ്മീരി ചില്ലിയാണ്, കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. കുറച്ചും കൂടി ഇടുന്നു, 1.5. പിന്നെ ടേബിൾ സ്പൂൺ, ടീസ്പൂൺ ഏതാണ്? ടീസ്പൂൺ ഒരു ടീസ്പൂൺ. പിന്നെ ഒരു തുള്ളി, ഒരു ടീസ്പൂൺ വേണ്ട, കുറച്ചൊരു മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് ഗരം മസാല. ഗരം മസാലയ്ക്ക് പകരം വേറെ ചിക്കൻ മസാല, മീറ്റ് ഇല്ല, ചിക്കൻ മസാല അത് ടേസ്റ്റ് മാറും. അപ്പം ഗരം മസാല ഒരു ചെറിയൊരു ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ മാറിപ്പോ. അതിട്ട് പിന്നെ വേണ്ടുന്നത് ഞങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി വേണം, ചതക്കണം. അത് നമ്മൾ പേസ്റ്റാണ്, അത് മിക്സിയിൽ അടിക്കാം. ഇല്ലെങ്കിൽ മിക്സിയിൽ അടിക്കുന്നതിനെ കാട്ടി ബെസ്റ്റ് ഇത് ചതക്കുന്നതാണ്. ഇത് ഓൾറെഡി വാഷ് ചെയ്ത് വെച്ച് ചതച്ചിടുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. വൈഗ ആ പച്ചമുളക് ഒന്ന് ചെറുങ്ങനെ മുറിയേ. വൈഗ ഈ ഒരു സ്നാക്സ് നിനക്ക് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സാധാരണ ക്യാബേജ് ഇഷ്ടമല്ലാത്ത ക്യാബേജ് തീരെ. ഈ ഒരു സ്നാക്ക് ഞാൻ ഉണ്ടാക്കാൻ കാരണം തന്നെ ഇത് എൻ്റെ അമ്മ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ്. കാരണം വൈഗ വെജിറ്റബിൾസ് കഴിക്കുന്നത് കുറച്ച് കുറവാണ്. അപ്പോൾ ഉള്ളിവട എന്ന് പറഞ്ഞ് കൊടുത്തു, ഇതിൽ മൊത്തം ക്യാബേജ് കൊടുത്തു. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ചതച്ച വെള്ളുള്ളിയാണ്, പച്ചമുളക് ചെറുങ്ങനെ, രണ്ട് പച്ചമുളക്. വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ചൂടായില്ലേ ഞങ്ങൾക്ക് പണി കിട്ടും. അത് ഇത് ഇഞ്ചിയും കൂടി ചതക്കാം. അപ്പോൾ ഇഞ്ചിയും ചതച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിൽ ഒരു പിടി ജീരകം ഇടുന്നത്. ജീരകം ഞങ്ങൾ കൈ കൊണ്ട് പൊടിച്ചിട്ടാൽ മതി. കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ടിട്ടാൽ മതി. അപ്പൊ ജീരകം വറുത്തിട്ടുണ്ടോ? അതൊന്നും വേണ്ട, ജീരകം നമ്മൾ കൈ കൊണ്ട് പൊടിച്ചിട്ടാൽ മതി. ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ. പിന്നെ കരിവേപ്പില, ഇത് ഞങ്ങൾ വീട്ടിലത്തെ കരിവേപ്പിലയാണ്. ശരി. ഈ കരിവേപ്പില ഇടുന്ന സമയത്ത് അതൊന്ന് പൊട്ടിച്ചിട്ടിടണം. അതായത് ഇല ഡയറക്റ്റ് ഇടാണ്ട് പൊട്ടിച്ച്, കാരണം ആ സ്മെല്ല് കുറച്ച്. കരിവേപ്പില ഇട്ട് പിന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് വൈഗയ്ക്ക് ഇഷ്ടമാണ്. വൈഗക്ക് ഇത് വന്ന് കഴിക്കുമ്പോൾ ഇഷ്ടം, അല്ലെങ്കിൽ ഇഷ്ടമല്ല. പിന്നെ ഇതിൽ മെയിൻ എന്ന് പറഞ്ഞാൽ തീരെ വെള്ളം തട്ടിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും. അപ്പൊ വെള്ളം ഇല്ലെങ്കിലും കുഴച്ച് ഉള്ളിന്റെ ക്യാബേജിന്റെ വെള്ളം ഉണ്ട്. അപ്പൊ ആവശ്യത്തിന്. ഇനി ഇത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, കാരണം ഇല്ലെങ്കിൽ അത് മതി, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ മിക്സിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉരുട്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാണ്, വേറെ ഒന്നും വേണ്ട. അത് ശരി. ഇനി ഇതില് കടലമാവ് ഇടുന്നുണ്ട്. കടലമാവ് ഇതിലേക്ക് ഇടും അല്ലേ?
എത്ര ഇടും? 3-4 ടീസ്പൂൺ. ടേബിൾ സ്പൂൺ. ഇത് കടലമാവ് ഒരു 4 എടുക്കുവാണെങ്കിൽ അതിന് ഡിവൈഡ് ചെയ്തിട്ട് 2 അങ്ങനെ എടുക്കാം. അങ്ങനെ. ഇത് കുറച്ച് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടി അരിപ്പൊടി. അപ്പൊ 4 സ്പൂണ് കടലമാവ് ഇട്ടാല് 2 സ്പൂണ് അരിപ്പൊടി. ഓക്കെ. ഇനി ഇത് അരിപ്പൊടിയും കടലമാവും കൂടി ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യണം. വെള്ളം ചേർക്കണ്ട. നോക്കി, കാരണം ഈ ഉള്ളീൻ്റെയും ക്യാബേജിന്റെയും വെള്ളമുണ്ട്. ഒറ്റപ്പൊടി വെള്ളം വേണ്ട. ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയൊരു ഇങ്ങനെ താളിച്ച് അത്രേ വേണ്ടു. അപ്പൊ നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ പാട്ട് കേട്ടാലോ? നിങ്ങൾ മിക്സ് ചെയ്ത് ഇനി വെളിച്ചെണ്ണയിലേക്ക് ഇടുവല്ലേ? അല്ല, ഇതിലൊരു പച്ചമുളകും കൂടി ഉണ്ട്. പച്ചമുളകും കൂടി ഇട്ട് പച്ചമുളകും കൂടി അവര് ഈ മിക്സിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിക്സ് ചെയ്ത് അതിങ്ങനെ ഉരുട്ടി വെളിച്ചെണ്ണയിലേക്ക് ഇടുന്ന ഒരു പ്രോസസ് ആണ്. അപ്പൊ നമുക്ക് ആ ഗ്യാപ്പില് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റുകള് പാട്ട് പാടാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അവരെ സ്വാഗതം ചെയ്യുന്നു. പാർവതി ആൻഡ് കൃഷ്ണ രണ്ടുപേരും ഇന്ന് ഇവിടെ പാട്ട് പാടാൻ എത്തിയിരിക്കുകയാണ്. അപ്പം താങ്ക് യു സോ മച്ച്. റെഡി അല്ലേ? റെഡിയാണ്. റെഡി.